ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു വന്ന സെബദീപുത്രന്മാരോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാനായിട്ട് സാധിക്കുമോ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതേ സ്ഥാനമാനോ അല്ലേ? ഈശോയുടെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയുടെ ഒപ്പം നടക്കാനായിട്ട് പറ്റണം. അവൻ കുടിക്കുന്ന പാനപാത്രം സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുമ്പോൾ എനിക്കും ദൈവത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കും. പക്ഷെ ആ ഒരു വിളി എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഈശോയോടൊപ്പം ആ സഹനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവൻ്റെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം അതിൻ്റെ ധന്യതയിൽ എത്തിച്ചേരുന്നത്. പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല. നമുക്ക് സ്ഥാനമാനമുണ്ട്, സ്വർഗരാജ്യം നേടിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കാതെ പോകും. ജീവിതത്തിൻ്റെ പരാജയമാണ് ഈ ത്യാഗം ഒന്നും ഏറ്റെടുക്കാതെ ഈശോയുടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കത് കിട്ടത്തില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റണം. സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം. ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും സ്വർഗരാജ്യം കിട്ടും. എൻ്റെ ഈശോ എനിക്ക് ഉറപ്പ് നൽകുന്ന കാര്യം, ഞാൻ പറയുന്നത് നീ കേട്ടാൽ അതനുസരിച്ച് നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. ഈശോയുടെ ഒപ്പം എന്നും വസിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഞാൻ കേൾക്കണം, അതനുസരിച്ച് ഞാൻ ജീവിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഈ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞാനിത് നേടിയെടുക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിലെ സ്ഥാനമാനമല്ല കേട്ടോ, ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള അനുഗ്രഹമാണ്. അത് നേടിയെടുക്കാനായിട്ട് ഈ ഭൂമിയിൽ ഞാൻ പരിശ്രമിക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ ആത്മശോധന ചെയ്യാം. എത്രമാത്രം ത്യാഗം ഈ ഒരു സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഭൂമിയിൽ പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇഷ്ടംപോലെ ത്യാഗം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്? ഞാൻ ആരുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാണ്? ഈശോയുടെ പിന്നാലെയാണോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് ഈശോ കുടിച്ച പാനപാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്കും കുടിക്കുവാനായിട്ട് ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്ത് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.